സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ആക്കണമെന്ന ശുപാർശ ഈ വർഷത്തെ ബജറ്റിൽ അംഗീകരിക്കില്ല. പെൻഷൻ പ്രായം കൂട്ടിയാൽ വിരമിക്കൽ ആനുകൂല്യത്തിൽ വർഷം 6000 കോടി രൂപ ലാഭിക്കാമെന്നാണ് ധവളപത്രത്തിൽ പറയുന്നത്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സ്ഥിരമായ ലാഭം ഉണ്ടാകുന്നില്ല. എപ്പോൾ വിരമിച്ചാലും ആനുകൂല്യം നൽകണമെന്നിരിക്കെ ചെലവ് താൽക്കാലികമായി വൈകിപ്പിക്കാൻ മാത്രമേ ഇതിലൂടെ സാധിക്കൂവെന്ന വിലയിരുത്തലിലാണ് സർക്കാർ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിശദീകരിച്ച് UDF സർക്കാർ അവതരിപ്പിച്ച ധവളപത്രത്തിലാണ് പെൻഷൻ പ്രായം 58 ആക്കണമെന്ന ശുപാർശ മുന്നോട്ടുവച്ചത്. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മതിയെന്ന ശുപാർശ അംഗീകരിക്കാനാണ് സാധ്യത. സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശമ്പള വർധനവിലൂടെയുണ്ടാകുന്ന ബാധ്യത കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. പകരം ക്ഷാമബത്ത കുടിശ്ശികയില്ലാതെ ക്രമപ്പെടുത്തുന്നതിനായിരിക്കും മുൻഗണന നൽകുന്നത്. 2% ക്ഷാമബത്ത ഇപ്പോൾ കുടിശ്ശികയുണ്ട്. ഈ മാസം 19-ന് UDF സർക്കാർ അവതരിപ്പിക്കുന്ന പുതിയ ബജറ്റിൽ ഈ തുക അനുവദിക്കും. നേരത്തെ അനുവദിച്ച ക്ഷാമബത്ത ഗഡുക്കളുടെ മുൻകാല പ്രാബല്യം അനുസരിച്ചുള്ള കുടിശ്ശിക നൽകിയിട്ടില്ല. ഇതും ഘട്ടം ഘട്ടമായി നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ജീവനക്കാർക്ക് 21,670 കോടിയും പെൻഷൻകാർക്ക് 14,387 കോടിയുമാണ് ഇത്തരത്തിൽ നൽകേണ്ടത്. അതേസമയം KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ അന്തിമ തീരുമാനം ഉടൻ അറിയാം. KSRTC നൽകിയ റിപ്പോർട്ട് വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്തതിനു ശേഷം ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനമെടുക്കാൻ വിട്ടു. പദ്ധതി ഏതു രീതിയിൽ നടപ്പിലാക്കണമെന്നും എന്തെങ്കിലും മാനദണ്ഡങ്ങൾ വേണമോ എന്നതിലുൾപ്പെടെയുള്ള അന്തിമ തീരുമാനം ഇനി മുഖ്യമന്ത്രിയുടേതാണ്. ഇതുപോലെ സർക്കാർ അറിയിപ്പുകൾ ഉടനടി നിങ്ങളിലേക്ക് എത്തുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക.